ഹായ്, ഇത് ചക്ക പായസമല്ല, ചക്കപ്രഥമനല്ല. ഇതാണ് മാമ്പഴപ്രഥമൻ. അത് നമ്മുടെ പുളിമാങ്ങയുടെ മാമ്പഴപ്രഥമനല്ല. ഞങ്ങളുടെ ഇവിടെ നല്ല ദശ കട്ടിയുള്ള നല്ല വലിയൊരു മാങ്ങ ഉണ്ടാവാറുണ്ട്. അത് ഇക്കുറി ഇപ്പം മാങ്ങ കമ്മിയായതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു 500 മാങ്ങ കിട്ടി. ഞങ്ങളുടെ റിലേഷൻസിനും നൈബേഴ്സിനൊക്കെ കൊടുത്തിട്ട് നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമാങ്ങയാക്കി, ദെൻ കുറച്ച് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചു. കുറച്ച് ഞാൻ ഈ ചക്ക വരട്ടണ പോലെ തോല് ചെത്തി കഷ്ണങ്ങൾ കാമ്പ് എടുത്ത് അത് പൾപ്പാക്കി, എന്നിട്ട് അത് നന്നായി വിരകി ഷുഗർ ചേർത്തിട്ട് ആ ഷുഗർ ചേർത്ത് വിരകിയതും കൊണ്ട് ഉണ്ടാക്കിയ മാമ്പഴപ്രഥമൻ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പാലെടുത്തു. ഇതിലിപ്പോൾ ഞാൻ മുഴുവൻ പൾപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് അവിടെ തന്നെ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പം കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു തേങ്ങയുടെ പാല്, ഒരു ശരിക്കും തമ്പാലെടുത്തതിന് ശേഷം നല്ല പാലുള്ള തേങ്ങയായിരുന്നു, കൊണ്ട് തമ്പാൽ ഒരു കഷ്ടി 3/4 ഗ്ലാസോളം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അരച്ച് അങ്ങനെ ശരിക്കൊരു 4 ഗ്ലാസോളം വീണ്ടും തേങ്ങാപ്പാൽ, അതായത് തമ്പാൽ കഴിഞ്ഞതിന് ശേഷമുള്ളത്. പിന്നെ ശർക്കര ഉരുക്കി, ഒരു 6 ശർക്കര ഉരുക്കി, കാരണം പഞ്ചസാര ഇട്ട് വിരകി വെച്ചതായിരുന്നു. ഒരു 6 ശർക്കര ഉരുക്കി ആ വെള്ളവും, എന്നിട്ട് അതിലേക്ക് ഈ വിരകിയതെന്ന് കുറച്ച് കോരിയിട്ട് ആ 3-ാം പാൽ കൂട്ടി മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ച് അങ്ങനെ എടുത്ത പായസമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടികളിത് കണ്ടുടനെ ചക്കപ്രഥമൻ അപ്പം ഞാൻ നല്ല കഴിച്ച് നോക്കൂ. അപ്പോൾ പേരക്കുട്ടികൾ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഹൈ ഇതെന്താ വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പം ഞാൻ എന്താ ടേസ്റ്റ് ആലോചിച്ച് പറയും. പക്ഷേ ചെറിയ കണ്ണൻകുട്ടനടക്കം പറഞ്ഞു കേട്ടോ, മാങ്ങ എന്ന് പറഞ്ഞു. നല്ല ഫ്ലേവർ ഉണ്ട് മാങ്ങയുടെ, നല്ല ടേസ്റ്റാണ് ആ മാങ്ങയ്ക്ക്. വലിയ പുളിയുള്ള മാങ്ങയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ആ മാങ്ങ സത്യം പറഞ്ഞാൽ ഒരു മാങ്ങ ഒരു 500 ഗ്രാമൊക്കെ ഉണ്ടാവും. 500 മീതെ ഉണ്ടെങ്കിലേ ഉള്ളൂ. നല്ല ഒരു കയ്യിൻ്റെ നീളം ആയിട്ടൊക്കെ ഉണ്ടാവുക അങ്ങനെ. അപ്പം അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ, വളരെ ടേസ്റ്റ് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ ഇനി അതിൻ്റെ ബാക്കി. പിന്നെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ജാമുണ്ടാക്കി, ജ്യൂസ് ഉണ്ടാക്കി, അങ്ങനെയൊക്കെ കഴിഞ്ഞ ഇക്കുറി മാങ്ങയില്ലെങ്കിലും മാങ്ങയുടെ ഈ വക വിഭവങ്ങളൊക്കെ ഇക്കുറിക്ക്. അപ്പം ഞാൻ ഈ ഒരു കൊല്ലമായില്ലേ, അപ്പം ഞാൻ അതുകൊണ്ടാണ് അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ, ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് നമുക്കൊക്കെ ഇങ്ങനെ ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റും മാങ്ങയുടെയും എന്നുള്ളതൊന്ന്. ഉണക്കമാങ്ങയൊക്കെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു മാമ്പഴപ്രഥമൻ. ഓക്കെ, കണ്ടോ, ഇനി ഇത്രയും കൂടി ഉണ്ട് ആ പൾപ്പ്. ഇത് ഞാൻ ഇങ്ങനെ ജാമാക്കിയിട്ട് തന്നെ, പക്ഷേ ഇതിൽ വെറുതെ കുറച്ച് ലെമണും ഷുഗറും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൽ ഞാനെന്ന് വെച്ചാൽ കുറച്ച് നെയ്യും കൂടി ചേർത്തു, അപ്പോൾ ഒരു കളറും കൂടി ആയി. കണ്ടോ, ഇതിൻ്റെ ഇത് അത് ഇപ്പോൾ എടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ളതാണ്. മറ്റേതാണ് അപ്പോൾ ഞാൻ പായസമാക്കി. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നമുക്കിങ്ങനെ കാലങ്ങളോളം ഒരു വർഷമൊക്കെ എന്തായാലും സുഖമായി എടുത്ത് വയ്ക്കാം. കണ്ടോ, ഇത് നല്ല നല്ല ടേസ്റ്റി കേട്ടോ. കൂടുതലുള്ളപ്പോൾ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഓക്കേ, കണ്ടില്ലേ നല്ല. ഞാൻ കുട്ടികൾക്കൊക്കെ ആദ്യം മനസ്സിലായില്ല. പിന്നെ അവർ പറഞ്ഞു, ഇതിനൊരു ചക്ക പ്രഥമൻ്റെ ടേസ്റ്റ് അല്ലല്ലോ, ഇതെന്താ വേറൊരു ഫ്ലേവർ. അപ്പം ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കൂ, ഒന്നും കൂടി സിപ്പ് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിന് നമ്മുടെ പഴുത്ത മാങ്ങയുടെ ടേസ്റ്റാണ്. അങ്ങനെ മനസ്സിലാവും, ആ ഫ്ലേവർ ശരിക്കും മനസ്സിലാവും കേട്ടോ. പക്ഷെ വളരെ ടേസ്റ്റിയാണ്. ഓക്കേ.